ഹായ് സ്റ്റുഡൻസ്, നമസ്കാരം. എല്ലാവർക്കും അച്ചൂസ് മാത്സ് ലോജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് +1 സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സ് ക്ലാസ്സാണ്, റിവിഷൻ ക്ലാസ്. ഇപ്രാവശ്യം നിങ്ങൾക്ക് എക്സാമിന് 6 ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്കൂളിൽ നിന്ന് 6 ചാപ്റ്റേഴ്സ് എടുത്ത് തീർത്തിട്ടുണ്ടാവും. അതിൻ്റെ റിവിഷനാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ സെറ്റ്സ്. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി ലൈഫിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമാണ്, ഒരു കലക്ഷൻ. അപ്പോൾ മാത്തമാറ്റിക്കലി ഒരു സെറ്റായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഒരു കലക്ഷൻ, അതിന് വെൽ ഡെഫിനിഷൻ ഉണ്ടായിരിക്കണം. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്, അതാണ് സെറ്റ്. ഈ ഒരു ഐഡിയ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജർമ്മൻ മാത്തമാറ്റീഷ്യനായ ജോർജ് കാൻഡറാണ്. സെറ്റ്. ഇനി ഒരു സെറ്റിന് എന്താണെന്നും അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണെന്നും നോക്കാം. ഇപ്പോൾ ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 10. നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ 1, 3, 5, 7 ആൻഡ് 9 ഇത്രയാണ് അതിൽ വരുന്ന മെമ്പേഴ്സ്. അപ്പോൾ ഇതിനെ എലമെൻറ്റ്സ് എന്നും പറയാം, മെമ്പേഴ്സ് എന്നും പറയാം. ഇതിനൊരു വെൽ ഡെഫിനിഷൻ ഉണ്ട്. ലെസ് ദാൻ 10 ആണെന്നുള്ള, അതുമാത്രം ഓഡ് നമ്പേഴ്സ് ആണെന്നുള്ള ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു സെറ്റാണ്. ഓക്കെ. അനദർ വൺ, റിവേഴ്സ് ഓഫ് ഇന്ത്യ. റിവേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ റിവറും ഇതിൽ വരും. ഒരു പർട്ടിക്കുലർ റിവർ എടുത്തു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് നോക്കിയാൽ. അപ്പോൾ ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്, കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ഞാൻ പൂർണ്ണമായും മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് റിവിഷൻ നടക്കുന്നത്. ദ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. A, E, I, O, U കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വവൽസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്, ഇത് സെറ്റാണ്. ഓക്കെ. പിന്നെ വേരിയസ് കൈൻഡ്സ് ഓഫ് ട്രയാങ്കിൾസ്. വേരിയസ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്. വേരിയസ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഇത് സെറ്റാവുമോ നോക്കണം. സെറ്റായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? വേരിയസ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് നമുക്ക് പറയാൻ പറ്റും. ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് പറയാൻ പറ്റുമോ? പിന്നെ അക്യൂട്ട് ട്രയാങ്കിൾ, ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ, അതുപോലെ ഐസോസിലസ് ട്രയാങ്കിൾ, സ്കെലീൻ ട്രയാങ്കിൾ, അങ്ങനെ ഉള്ളതെല്ലാം ഈ വിഭാഗത്തിൽ പെടും. അത് വെൽ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ അതൊരു സെറ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210. പ്രൈം factors of 210 പ്രൈം ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ 2, 3, 5 ആൻഡ് 7 ഇത്രയും പ്രൈം ഫാക്ടേഴ്സാണ് 210-നുള്ളത്. അപ്പോൾ ഇത് ഒരു കളക്ഷനായി, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു സെറ്റാണ്. ക്ലിയർ. നെക്സ്റ്റ്, സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ x² - 5x + 6 = 0 എന്ന് പറഞ്ഞു. ഇത് സെറ്റാണോ അല്ലയോ എന്ന് നോക്കണം. സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എക്സിന് 2 വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. 2 ആൻഡ് 3. ഇപ്പോൾ 2 വാല്യൂസ് കറക്റ്റ് കിട്ടുന്നുണ്ട്. 2ഉം 3 മാത്രമാണ് ഇതിൻ്റെ മെമ്പേഴ്സ്. അപ്പോൾ അങ്ങനെ വെൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു സെറ്റാണ്. ഓക്കെ. നെക്സ്റ്റ്, അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിലെല്ലാം വെൽ ഡെഫിനിഷൻ വരുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ സെറ്റിന് എക്സാമ്പിളാണ്. പിന്നെ മാത്തമാറ്റിക്കലി നമ്മൾ ഓൾറെഡി നമ്പേഴ്സിൻ്റെ കേസിൽ കുറേ സെറ്റ് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നില്ല ഇതെടുത്തിട്ടുണ്ട്. n എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ്. അതുപോലെ സെഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആണ്, ഇൻറ്റിജേഴ്സ്. അതിൽ സെഡ് പ്ലസ് ഇട്ടാൽ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, സെഡ് മൈനസ് ഇട്ടാൽ സെറ്റ് ഓഫ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. പിന്നെ ക്യൂ എന്നുള്ള ഒരു ലെറ്റർ ഏതിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ്, നമ്പേഴ്സ് ഓഫ് ദ ഫോം p/q. ഓക്കെ. നെക്സ്റ്റ്, മാത്തമാറ്റിക്കലി നമ്പറിനെ ബേസ് ചെയ്തിട്ട് R ആണ്. R എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, റിയൽസ്. ക്ലിയർ. അപ്പോൾ ഇത്രയും നമ്പർ സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്, അങ്ങനെ ഡെഫിനേഷൻ കൊടുക്കാം. അപ്പോൾ ഓബ്ജക്ട്സിൻ്റെ നമ്മൾക്ക് ഓബ്ജക്ട്സ് എന്നുള്ളതിൻ്റെ വേറൊരു വേർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്, എലമെൻറ്റ്സ്.
എലമെൻറ്റ്സ് എന്നും പറയാം, പിന്നെന്ത് പറയാം, മെമ്പേഴ്സ്. ഓക്കെ, ഇതൊക്കെ സെറ്റിലെ മെമ്പേഴ്സാണ്, എലമെൻറ്റ്സാണ്. അപ്പോൾ സെറ്റിനെ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ്. എ, ബി, സി, അതുപോലെ എക്സ്, വൈ, സെഡ്, ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ലെറ്റേഴ്സായിട്ട് മെമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്മോൾ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റർ എ, ബി, സി, ഡി ആണ്. അതുപോലെ എക്സ്, വൈ, സെഡ് ആണ് യൂസ് ചെയ്യുന്നത്. മെമ്പേഴ്സായിട്ട് സെറ്റിലെ മെമ്പേഴ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്മോൾ ലെറ്ററിൽ കൊടുക്കും. ഓക്കെ, പിന്നെ ബിലോങ്സ് ടു, ഒരു എലമെൻറ്റ് അതിലുണ്ടോ ഇല്ലയോ, ഒരു സെറ്റിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ലെറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ, എ ഒരു എലമെൻറ്റും സെറ്റ് എ, അങ്ങനെയാണെങ്കിൽ എ ബിലോങ്സ് ടു എ എന്ന് എഴുതാം. അതുപോലെ എ ബി ഒരു എലമെൻറ്റ് ആണെങ്കിൽ ബി ബിലോങ്സ് ടു എ, എലമെൻ്റ് അല്ല എങ്കിൽ ബി ഡസ് നോട്ട് ബിലോങ്സ് ടു എ. ക്ലിയർ? ഈ ഒരു സിമ്പിൾ എപ്സിലോൺ ആണ്. എപ്സിലോൺ എന്നുള്ള സിമ്പിളാണ്, ഗ്രീക്ക് ലെറ്ററാണ്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ബിലോങ്സ് ടു എന്നുള്ളതാണ്. ബിലോങ്സ് ടു ഒരു പർട്ടിക്കുലർ സെറ്റിൽ ആ എലമെൻ്റ് ആണോ അല്ലയോ എന്ന് പറയുന്നതാണ് ഇത്. ഓക്കെ, ഇനി മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റിങ് എ സെറ്റ്. മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റിങ് എ സെറ്റ്. ഏതൊക്കെ മെത്തേഡ്സാണ് ഉള്ളത്? 2 മെത്തേഡാണ്. ഒന്ന് റോസ്റ്റർ ഫോം, അതിന് വേറൊരു വേർഡ് ടാബുലാർ ഫോം. സെക്കൻഡ് വൺ സെറ്റ് ബിൽഡർ ഫോം, സെറ്റ് ബിൽഡർ ഫോം. ഇങ്ങനെ 2 മെത്തേഡാണ് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. അതിൽ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യുന്നതാണ്. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ നമ്പേഴ്സായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നത്, കോമ ചിഹ്നം യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഈവൺ നമ്പേഴ്സ് <10 എന്നുള്ളതാണെങ്കിൽ സെറ്റിനെ ഈ ബ്രാക്കറ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഈവൺ നമ്പേഴ്സ് <10 എന്ന് പറയുമ്പോൾ 2, 4, 6, 8 ഇങ്ങനെ എഴുതും. കോമ ചിഹ്നം ഉപയോഗിച്ചിട്ട് ലിസ്റ്റ് ചെയ്താൽ ഇത് റോസ്റ്റർ ഫോമായി. റോസ്റ്റർ ഫോം. സെക്കൻഡ് സെറ്റ് ബിൽഡർ എന്ന് പറഞ്ഞാൽ അതിനവർ ലിസ്റ്റ് ചെയ്യുന്നത് ഒരു കോമൺ ആയിട്ട് ഒരു ലെറ്റർ യൂസ് ചെയ്യും. ഇപ്പോൾ ഇപ്പോഴത്തെ എക്സാമ്പിൾ തന്നെ നോക്കാം. 2, 4, 6, 8 എന്ന് പറയുമ്പോൾ ഈവൺ നമ്പേഴ്സ് <10 ആണ് എടുത്തത്. ഇത് ടാബുലാർ ഫോം ഓർ റോസ്റ്റർ ഫോം. ഇതിൻ്റെ തന്നെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ എഴുതാം? ഈ 4 എലമെൻറ്റിനും കോമൺ ആയിട്ട് ഒരു എക്സ് എടുത്തു. അതെന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈവൺ, എക്സ് ഈസ് ഈവൺ നമ്പേഴ്സ് <10 എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. ആദ്യത്തേത് റോസ്റ്റർ ഫോം. ഇനി ഒരു സെറ്റിനകത്ത് എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. എലമെൻറ്റ്സ് ഇൻ എ സെറ്റ് ഡു നോട്ട് റിപ്പീറ്റ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. റൈറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദി ഇക്വേഷൻ x² + x - 2 = 0 in roster form. അപ്പോൾ given equation can also be written as x - 1 into x + 2 = 0. ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ ഫാക്ടറൈസ് ചെയ്താൽ എങ്ങനെ കിട്ടും? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. 2 factors x - 1 and x + 2. From this x = 1 and x = -2. അപ്പോൾ സൊല്യൂഷൻ സെറ്റായിട്ട് എഴുതുക സെറ്റ് 1 - 2. ഇതാണ് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് x² < 40. എക്സ് ഈസ് പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് x² <40. ഇതാണ് തന്നിട്ടുള്ളത്. ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ x² < 40 എന്ന് പറയുമ്പോൾ നമുക്ക് സ്ക്വയർ നമ്പേഴ്സ് <40 ഉള്ളത് 1, 4, 9, 16, 25 ആൻഡ് 36 ആണ്. ഇത്രയും സ്ക്വയർ നമ്പേഴ്സാണ് <40. അപ്പോൾ അത് x² ആണെങ്കിൽ ഇതെടുക്കാം. അപ്പോൾ x അല്ലേ വേണ്ടത്,
നമുക്ക് കണ്ടുപിടിക്കേണ്ട സെറ്റ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എക്സ് ഏതെല്ലാം വരും? 1 2 3 4 5 ആൻഡ് 6. അപ്പോൾ 1 to 6 ആണ് വാല്യൂസ് ഓഫ് എക്സ്. അപ്പോൾ ഇതിനെ റോസ്റ്റർ ഫോമിലായിട്ട് എഴുതുമ്പോൾ സെറ്റ് 1 2 3 4 5 6 എന്ന് എഴുതാം റോസ്റ്റർ ഫോമിൽ. നെക്സ്റ്റ്, റൈറ്റ് ദ സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 4 9 16 24 5 etc. ഇൻ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ സെറ്റ് 1 4 9 16 25 etc. in set builder form. അപ്പോൾ set of all x such that x is equal to square of some number n എന്നെടുക്കുക, where n belongs to natural numbers. അപ്പോൾ എല്ലാം ഇതിൽ വരും. n നാച്ചുറൽ നമ്പറാണ്, കാരണം ഇതൊരു കണ്ടിന്യൂസ് സെറ്റാണ്. അപ്പോൾ set of all x such that x equal to n square എന്ന് വരും. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സെറ്റ് 1/2 2/3 3/4 etc. ഇൻ റോസ്റ്റർ ഫോം. ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 1/2 2/3 3/4 4/5 ആൻഡ് 5/6. ഒന്നുകൂടി ഉണ്ട് 6/7. ഇങ്ങനെ ഒരു സെറ്റ് കൊടുത്തിന്. ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതിയാറുണ്ട്. അപ്പോൾ ഈ 6 എലമെൻറ്റ്സിനെയും എങ്ങനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാം? സെറ്റ് ഓഫ് കോമൺ ആയിട്ട് എക്സ് ആയിട്ട് ചൂസ് ചെയ്യുക. എക്സ് സച്ച് ദാറ്റ് എക്സൽ ഏത് കാറ്റഗറിയിൽ വരും? ന്യൂമറേറ്റർ n ആണെങ്കിൽ ഡിനോമിനേറ്റർ 1 കൂടുതൽ n+1. ആ n എന്താണെന്ന് പറയണം. n നാച്ചുറൽ നമ്പറാണ്, മാത്രമല്ല 1ൻ്റെയും 6ൻ്റെയും ഇടയിൽ. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നിട്ടിത് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. നെക്സ്റ്റ് നമുക്ക് എക്സസൈസ് 1.1 നോക്കാം. അതിലെ ഒന്നാമത്തെ കൊടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നുള്ളത്. ഫസ്റ്റ് വൺ കൊടുത്തത് ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് ഇയർ ബിഗിനിങ് വിത്ത് ലെറ്റർ ജെ. അത് സെറ്റാണോ നോക്കണം. അപ്പോൾ ജെ എന്ന് പറയുന്ന ലെറ്ററിൽ തുടങ്ങുന്ന കുറേ മന്ത് ഇല്ലേ? ജനുവരി, അതുപോലെ ജൂൺ, പിന്നെ ജൂലൈ, ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ ഇത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയതുകൊണ്ട് ഇതൊരു സെറ്റാണ്. ഓക്കെ. നെക്സ്റ്റ്, ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. സെറ്റാവുക. അപ്പോൾ ഇവിടെ മോസ്റ്റ് ടാലൻറ്റഡ് എന്നാണ് പറഞ്ഞത്. ടാലൻറ്റഡ് ഇത് ഒരു സെറ്റായിട്ട് നമ്മൾക്ക് എടുക്കാൻ പറ്റില്ല. കാരണം മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആ ടാലൻറ്റ് എങ്ങനെയാണെന്ന് അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് സെറ്റ് അല്ല. നെക്സ്റ്റ്, എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ്. ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റേഴ്സ്, ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ. ഇത് സെറ്റാവുക ഇല്ല. ഈ ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ എന്ന് പറയുമ്പോൾ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ശരിക്കും വെൽ ഡിഫൈൻഡ് ആയിട്ട് വരില്ല. നെക്സ്റ്റ്, ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. അപ്പോൾ നമ്മൾക്കത് കറക്റ്റ് കിട്ടും. അത് സെറ്റാണ്, വെൽ ഡിഫൈൻഡ് ആണ്. നെക്സ്റ്റ്, കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. അതും സെറ്റ് തന്നെ. കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. അപ്പോൾ അതും അദ്ദേഹം എഴുതിയ നോവൽസ് നോക്കിയാൽ കിട്ടും. അതും കളക്ഷനാണ്. ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൺ ഇൻറ്റിജേഴ്സ്, ഷുവറായിട്ട് അത് സെറ്റാണ്. ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ, അതും സെറ്റാണ്. കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ്, അത് സെറ്റായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് ആവില്ല. മോസ്റ്റ് ഡേഞ്ചറസ് എന്ന് പറയുമ്പോൾ അത് ഏത് ടൈപ്പിലാണെന്ന് നമ്മൾക്കവിടെ ഡെഫിനിഷൻ ഇല്ല. ക്ലിയർ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. സെറ്റ് എ ഈസ് ഗിവൺ ആസ്
A is equal to set 1, 2, 3, 4, 5 and 6. Insert the appropriate symbol belongs to or does not belongs to in the blank spaces. അതിൽ ഒന്നാമതായിട്ട് കൊടുത്തിട്ട് 5 പിന്നെ എ. ഇവിടെ ഒന്ന് ഫില്ല് ചെയ്യേണ്ടത് 5 അതിലെ മെമ്പറാണ്, അപ്പോൾ 5 ബിലോങ്സ് ടു എ. സെക്കൻഡ് വൺ 8 എ. അപ്പോൾ 8 അതിലെ മെമ്പർ അല്ല, അപ്പോൾ 8 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. നെക്സ്റ്റ് 0 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. ക്ലിയർ? 4 എ എന്ന് തന്നിട്ടുണ്ട്. 4 അതിലെ മെമ്പറാണോ? അതെ, അപ്പോൾ 4 ബിലോങ്സ് ടു എ. നെക്സ്റ്റ് വൺ 2 മെമ്പറാണ്, അപ്പോൾ 2 ബിലോങ്സ് ടു എ. ലാസ്റ്റ് 10 എ. അവിടെ എന്ത് ഫില്ല് ചെയ്യണം? 10 അതിലെ മെമ്പർ അല്ല, അപ്പോൾ ഡസ് നോട്ട് ബിലോങ്സ് ടു എ. ക്ലിയർ? തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. അതിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, എ ഇസ് സെറ്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. അപ്പോൾ ഇത് റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് വേണ്ടത്. ഇത് സെറ്റ് ബിൽഡർ ഫോമാണ് തന്നത്, റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പോൾ എക്സ് ലൈസ് ബിറ്റ്വീൻ -3 ആൻഡ് 7. ഇപ്പോൾ സെറ്റ് ബിൽഡറിലും റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ -3 ഇൻക്ലൂഡ് ചെയ്യേണ്ട, അത് ഓപ്പൺ ആണ്. -3 കഴിഞ്ഞാൽ -2, -1, 0, 1, 2, 3, 4, 5 ആൻഡ് 6. ഇതാണ് ആൻസർ. റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെ കേട്ടോ. നെക്സ്റ്റ് ബി. Next question, b is equal to set of all x such that x is a natural number less than 6. So b is equal to set of all x such that x is natural number and x less than 6. ഇതിനെങ്ങനെയാ റോസ്റ്റർ ഫോമിലേക്ക് എഴുതുക? b is equal to സെറ്റ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, അതേ അവസരത്തിൽ ലെസ് ദാൻ 6 ആയിരിക്കണം. അപ്പോൾ 1, 2, 3, 4, 5. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 8. അപ്പോൾ സി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x is 2 digit, x is 2 digit number, natural number less than, natural number less than, natural number not less than, such that sum of its digit is 8. sum is equal to 8. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം ആയിട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ വരും? 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, സം ഓഫ് ഡിജിറ്റ്സ് 8 ഉള്ളതാണ്. 8. അപ്പോൾ സം ഓഫ് ഡിജിറ്റ്സ് 8 എന്ന് പറയുമ്പോൾ 2 ഡിജിറ്റ് 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 17 എടുക്കാം, പിന്നെ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 26, 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 ഡിജിറ്റ് നമ്പർ 35, പിന്നെ 40, 44. നെക്സ്റ്റ് 5ൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 53, അതിൽ 62, പിന്നെ 71 ആൻഡ് 80. ഇത്രയും ഈവൺ നമ്പർ വരും. എല്ലാറ്റിലും സം ഓഫ് ഡിജിറ്റ്സ് 8 ആണ്. നെക്സ്റ്റ് ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഡി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് ഡിവൈസർ ഓഫ് 60. ക്ലിയർ? ഡി ഈസ് equal to set of all x such that x is prime, x is prime. പിന്നെ divisor of, which is divisor of, x is divisor of 60 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ വരുക? പ്രൈം നമ്പർ ആയിരിക്കണം, 60ൻ്റെ ഡിവൈസർ നോക്കിയാൽ പോരാ. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു സെറ്റ് 2, ഡിവൈസറാണ് 3, പിന്നെ 5 അല്ലേ, പ്രൈം ആയിരിക്കണം. പ്രൈം ഡിവൈസറാണ് ചോദിക്കുന്നത്. അപ്പോൾ 2, 3, 5 ഓൺലി. ക്ലിയർ? നെക്സ്റ്റ്, സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ട്രിഗണോമെട്രി. അപ്പോൾ ട്രിഗണോമെട്രി
ഈ വേർഡിലെ സെറ്റ് ഓഫ് ലെറ്റേഴ്സ്. അപ്പോൾ അതിനെ സെറ്റായിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ടി, ഇ അല്ലേ സെറ്റ്, ഇ ഈസ് ഈക്വൽ ടു സെറ്റ് ടി, പിന്നെ ആർ, ഐ, ജി, ഒ, എൻ, എം, ഇ, വൈ. ഒരു പ്രാവശ്യം ഒരു ലെറ്റർ എഴുതിയാൽ മതി, റിപ്പീറ്റ് ചെയ്യേണ്ട. ഇപ്പോൾ ട്രിഗ്നോമെട്രി എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സ് വരുന്ന ടാബുലാർ ഫോമാണിത്. ഓക്കെ, നെക്സ്റ്റ് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. അപ്പോൾ ബെറ്റർ എന്ന് പറയുന്ന വേർഡിലെ എല്ലാ ലെറ്ററും ഇപ്പോൾ എങ്ങനെ വരും? സെറ്റ് ബി, ഇ, ടി, ആർ, ഈ 4 ലെറ്റർ മാത്രം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി വരുന്ന ഇതിൻ്റെ റിമൈനിങ് പാർട്ട് അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ വിടാതെ ഒബ്സർവ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിൻ്റെ ഗുണം എന്തായാലും ഉണ്ടാവും. ഓക്കെ, വളരെ നല്ലൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ ഉപകാരപ്പെടും. അപ്പോൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.